ഇന്ന് നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഡിഡിനെ കുറിച്ചാണ്. ഡിഡിനെ കുറിച്ച് കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആദ്യം തന്നെ കളിക്കുക. കളിക്കുക എങ്ങനെ എഴുതാം? ടു പ്ലേ. ടു പ്ലേ. അപ്പോൾ കളിച്ചു എന്നാണെന്ന് വിചാരിക്കുക. കളിച്ചു. എന്താ ഇവിടെ വ്യത്യാസം? കളിച്ചു എന്ന് പറയുമ്പോൾ വെർബ് പാസ്റ്റ് ടെൻസിലേക്ക് മാറി അല്ലേ? സാധാരണ വെർബിനെ പാസ്റ്റ് ടെൻസിലേക്ക് ആക്കുന്നത് ഇ ചേർത്തിട്ടാണ്. പ്ലേഡ്. അതായത് ഏതൊരു വെർബിനും V1, V2, V3 എന്നിങ്ങനെ 3 രൂപങ്ങളുണ്ട്. V3 കൂടുതലായും V2 ഫോം തന്നെ ആയിരിക്കാറുണ്ട്. എന്നാൽ എല്ലാ വെർബിനും അങ്ങനെ ആയിരിക്കണം എന്നില്ല. അപ്പോൾ ഏതൊരു വെർബിനും V1, V2, V3 ഉണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ഡു അല്ലെങ്കിൽ ഡസ്. എന്താ ഡു അല്ലെങ്കിൽ ഡസ്? അതായത് സബ്ജക്റ്റിനനുസരിച്ചാണ് നമ്മൾ വെർബ് എഴുതുക പ്രസൻറ്റ് ടെൻസിൽ. സിംഗുലർ സബ്ജക്റ്റുകളുടെ കൂടെ ഡസ്സും പ്ലൂറൽ സബ്ജക്റ്റിൻ്റെ കൂടെ ഡുവും. ഡു ഡസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ്. ഈ ഡു ഡസിൻ്റെ V2 ഫോമാണ് ഡിഡ്. ഞാൻ ഒന്നുകൂടി പറയാം. പ്രസൻറ്റ് ടെൻസിൽ നമ്മൾ സബ്ജക്റ്റിനനുസരിച്ച് ഡു അല്ലെങ്കിൽ ഡസ് എഴുതും. ഈ ഡു അല്ലെങ്കിൽ ഡസിൻ്റെ V2 അല്ലെങ്കിൽ പാസ്റ്റ് ഫോമാണ് ഡിഡ്. ഇപ്പം നമ്മൾ ഡിഡ് എന്താണെന്ന് പഠിച്ചു. ഇനി നമ്മൾ ഡിഡ് എവിടെയൊക്കെയാണ് ഉപയോഗിക്കുക എന്നതിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അതിനായിട്ട് ആദ്യം നമുക്ക് കം എന്ന വെർബ് എടുക്കാം. നമുക്ക് വളരെ പരിചയമുള്ളൊരു വെർബാണ് കം. ഇത് പ്രസൻറ്റ് ടെൻസിലാണ്, V1ലാണ്. ഇനി വന്നു. അപ്പം എന്തായി? കെയിം എന്നായി അല്ലേ? V2. വന്നു, കെയിം, വെർബ് V2ലായി. അപ്പം ഞാൻ ചോദിക്കുക, നീ വന്നോ? നീ വന്നോ? എങ്ങനെ എഴുതാം നമുക്ക്? യു കെയിം. ശരിയായി തോന്നുന്നില്ല അല്ലേ? എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. നമുക്കൊന്ന് ശരിയായി എഴുതി നോക്കാം. അപ്പോൾ നീ വന്നോ എന്ന് ചോദിക്കാൻ നമുക്ക് ഡിഡ് യു കം. ഇങ്ങനെയാണ് നമ്മൾ ശരിയായ രീതിയിൽ ചോദിക്കുക. ഡിഡ് യു കം? നീ വന്നോ? ഇവിടെ ശ്രദ്ധിച്ചോ, നമുക്കൊരു ഡിഡ് കിട്ടിയിട്ടുണ്ടല്ലേ? അതുമാത്രമല്ല, നമ്മൾ V2 കെയിം എന്നാണ് പറഞ്ഞത്. ഇവിടെ നമ്മൾ കം എന്നാണ് എഴുതിയത്. അതായത് V2ലുള്ള വെർബിനെ നമുക്ക് ഡിഡ് പ്ലസ് V1 എന്ന് എഴുതാം. ഇവിടെ കെയിം എന്നായിരുന്നു വെർബ് V2. അതിന് ഞാൻ ഡിഡ് പ്ലസ് കം എന്ന് എഴുതി. ഡിഡ് പ്ലസ് V1. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഒരു ഹെൽപ്പിംഗ് വെർബ് കിട്ടി. ഹെൽപ്പിംഗ് വെർബ് ഉപയോഗിച്ചാണ് ഞാനിവിടെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയിരിക്കുന്നത്. നീ വന്നോ? ഡിഡ് യു കം? ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഡിഡ് എഴുതിയതിന് ശേഷം വീണ്ടും എഴുതുന്ന വെർബ് V1ലായിരിക്കും, കം. അല്ലാതെ V2വിൽ തന്നെ വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. അങ്ങനെ വരുമ്പോൾ മിസ്റ്റേക്കായി. ഡിഡ് യു കം? നീ കളിച്ചോ? എങ്ങനെ എഴുതാം? ഡിഡ് യു പ്ലേ. കളിക്കുക എന്നതിന് പ്ലേ എന്ന വെർബാണ്. പ്ലേഡ് V2 പ്ലേഡ് എന്നാണ്. ഇതിനെ നമുക്ക് ഡിഡ് പ്ലസ് പ്ലേ എന്ന് എഴുതാം. അപ്പോൾ നീ കളിച്ചോ? ഡിഡ് യു പ്ലേ. നീ പോയോ? എങ്ങനെ എഴുതാം? ഡിഡ് യു ഗോ. പോവുക എന്നതിന് ഗോ ആണ്. പോയി എന്നതിന് വെന്റ് ആണ്. നീ പോയോ? ഡിഡ് യു ഗോ? ഇനി നീ അവിടേക്ക് പോയോ? എങ്ങനെ ചോദിക്കാം? ഡിഡ് യു ഗോ ദർ? അവിടേക്ക് എന്നതിന് നമുക്ക് ദർ ഉപയോഗിക്കാം. നീ അവിടേക്ക് പോയോ? ഡിഡ് യു ഗോ ദർ? നീ ഇന്ന് അവിടേക്ക് പോയോ? നീ ഇന്ന് അവിടേക്ക് പോയോ? ഡിഡ് യു ഗോ ദർ ടുഡേ?
ഡിഡ് യു ഗോ ദർ ടുഡേ. സമയം കാണിക്കുന്ന വാക്കുകളൊക്കെ ലാസ്റ്റ് ഉപയോഗിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇന്ന് എന്നത് ഒരു സമയത്തെ കാണിക്കുന്ന വാക്കാണ്, അതുകൊണ്ടാണ് ലാസ്റ്റ് ഉപയോഗിച്ചത്. നീ ഇന്ന് അവിടേക്ക് പോയോ, ഡിഡ് യു ഗോ ദർ. അപ്പോൾ ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്തത് ഡിഡ് ഉപയോഗിച്ച് എങ്ങനെ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാം എന്നതാണ്. ഇനി നമ്മൾ പഠിക്കുന്നത് ഡിഡിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഉപയോഗമാണ് അഫർമേറ്റീവ് ടു നെഗറ്റീവ്. പേര് കേൾക്കുമ്പോൾ എന്താണെന്ന് കരുതണ്ട. അഫർമേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന പോസിറ്റീവ് സെൻറ്റൻസുകളെയാണ്. അതിനെ എങ്ങനെ നെഗറ്റീവ് ആക്കാം, പാസ്റ്റ് ടെൻസിലുള്ള അഫർമേറ്റീവ് സെൻറ്റൻസുകളെ എങ്ങനെ നെഗറ്റീവ് ആക്കാം എന്നാണ് നമ്മൾ ഇനി പഠിക്കുന്നത്. ആദ്യം നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഞാൻ അവനെ കണ്ടു. എങ്ങനെ എഴുതാം? ഐ സോ ഹിം. ഞാൻ അവനെ കണ്ടു. ഈസിയാണല്ലേ? ഇതൊരു പോസിറ്റീവ് സെൻറ്റൻസാണ്. ഇനി ഇതിനെ നമ്മൾ നെഗറ്റീവ് സെൻറ്റൻസിലേക്ക് മാറ്റുകയാണ്. എങ്ങനെയാണ്? ഞാൻ അവനെ കണ്ടില്ല. എങ്ങനെ എഴുതും? ഞാൻ അവനെ കണ്ടില്ല. ഐ നോട്ട് സോ ഹിം. അത് തെറ്റാണല്ലേ? നമുക്ക് ഇഷ്ടമുള്ളിടത്തൊന്നും നോട്ട് ചേർക്കാൻ പറ്റില്ല. നോട്ട് ചേർക്കണമെങ്കിൽ നമുക്ക് ഹെൽപ്പിംഗ് വെർബ് വേണം. ഇവിടെ ഹെൽപ്പിംഗ് വെർബ് ഇല്ല, ഒരു മെയിൻ വെർബ് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇപ്പം തന്നെ നമ്മൾ മറ്റൊരു കാര്യം പഠിച്ചു. സോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഡ് പ്ലസ് സി എന്നാണ്. സോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഡ് പ്ലസ് സി എന്നാണ്. ഇവിടെ നമുക്കൊരു ഹെൽപ്പിംഗ് വെർബ് കിട്ടി. ഇത്തരത്തിലൊരു ഹെൽപ്പിംഗ് വെർബ് കിട്ടിയാൽ നോട്ട് ചേർത്ത് നെഗറ്റീവ് ആക്കുക എന്നുള്ളത് വളരെ എളുപ്പമാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഐ ഡിൻറ്റ് സീ ഹിം. ഐ ഡിൻറ്റ് സീ ഹിം. ഞാൻ അവനെ കണ്ടില്ല. ഐ ഡിൻറ്റ് സീ ഹിം. എനിക്കത് മനസ്സിലായില്ല. എനിക്കത് മനസ്സിലായില്ല. എങ്ങനെ എഴുതാം? മനസ്സിലാവുക എന്നതിന് അണ്ടർസ്റ്റാൻഡ് എന്നതാണ് V1. ഇതിൻ്റെ V2 എന്ന് പറയുന്നത് അണ്ടർസ്റ്റുഡ് എന്നാണ്. അണ്ടർസ്റ്റുഡ് V2. ഇനി നെഗറ്റീവിലേക്ക് ആക്കണമെങ്കിൽ നമുക്ക് ഹെൽപ്പിംഗ് വേർബ് എടുത്തിട്ട് നോട്ട് ചേർത്താൽ മതി. അപ്പോൾ ഐ ഡിൻറ്റ് അണ്ടർസ്റ്റാൻഡ്. അണ്ടർസ്റ്റുഡ് അല്ല, അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. അത് എനിക്കത് മനസ്സിലായില്ല. ഐ ഡിൻറ്റ് അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. ഇപ്പം നമ്മൾ പഠിച്ച എല്ലാം ചേർത്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ആദ്യം നമ്മൾ ക്വസ്റ്റ്യൻ ആക്കാൻ പഠിച്ചു, പിന്നെ നമ്മൾ നെഗറ്റീവ് ആക്കാൻ പഠിച്ചു. ഒരൊറ്റ എക്സാമ്പിളിൽ ഇതെല്ലാം നമുക്ക് ഒന്നിച്ചു നോക്കാം. അവൾ ഒരു സ്റ്റോറി എഴുതി. എങ്ങനെ എഴുതാം? ഷീ റോട്ട് എ സ്റ്റോറി. എഴുതി എന്നതിന് റൈറ്റ് എന്ന വെർബിൻ്റെ പാസ്റ്റ് ടെൻസാണ് റോട്ട്. ഷീ റോട്ട് എ സ്റ്റോറി. അവൾ ഒരു സ്റ്റോറി എഴുതിയില്ല. നെഗറ്റീവാണ്, ഇല്ല എന്ന് കാണിക്കണം. റോട്ട് എന്നതിന് നമുക്ക് ഡിഡ് പ്ലസ് റൈറ്റ് എന്ന് എഴുതാം. അപ്പോൾ ഷീ ഡിൻറ്റ് റൈറ്റ് എ സ്റ്റോറി. ഷീ ഡിൻറ്റ് റൈറ്റ് എ സ്റ്റോറി. അവൾ ഒരു സ്റ്റോറി എഴുതിയില്ല. ഇനി അവൾ ഒരു സ്റ്റോറി എഴുതിയോ? ക്വസ്റ്റ്യൻ ആണല്ലേ. അപ്പോൾ അതിന് ആദ്യ ഹെൽപ്പിംഗ് വെർബ് ആദ്യം എഴുതിയാൽ മതി. ഡിഡ് ഷീ റൈറ്റ് എ സ്റ്റോറി. ഡിഡ് ഷീ റൈറ്റ് എ സ്റ്റോറി. അവൾ ഒരു സ്റ്റോറി എഴുതിയോ? അവൻ പഠിച്ചു. അവൻ പഠിച്ചു. എങ്ങനെ എഴുതാം? ഹീ സ്റ്റഡീഡ്. പഠിക്കുക എന്ന വെർബ് സ്റ്റഡി, അതിൻ്റെ V2 സ്റ്റഡീഡ്. അവൻ പഠിച്ചില്ല. അതെങ്ങനെ എഴുതാം? V2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഡ് പ്ലസ് V1 ആണ്. അപ്പോൾ ഹീ ഡിൻറ്റ് സ്റ്റഡി. അവൻ പഠിച്ചില്ല. ഹീ ഡിൻറ്റ് സ്റ്റഡി. അവൻ പഠിച്ചോ? ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എങ്ങനെ എഴുതാം? ഡിഡ് ഹീ സ്റ്റഡി. അവൻ പഠിച്ചോ? ഡിഡ് ഹീ സ്റ്റഡി. ശ്രദ്ധിക്കേണ്ട കാര്യം
ഡിഡിന് ശേഷം വരുന്ന വെർബ് എപ്പോഴും V1-ലായിരിക്കും, V2-ലായിരിക്കില്ല. ഇനി നിങ്ങൾ പഠിച്ചോ എങ്ങനെ എഴുതാം? ഒന്ന് എഴുതി നോക്കൂ കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിൽ പഠിച്ചത് ഡിഡ് ഉപയോഗിച്ച് നെഗറ്റീവ് ആക്കാനും ക്വസ്റ്റ്യൻ ഉണ്ടാക്കാനും. പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.